ഹായ് ഓൾ, വെൽക്കം ടു ബൈ മാസ്റ്റർ PSC മൈക്രോസ്കോപ്പി ലെക്ചർ നമ്പർ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSIR നെറ്റ് എക്സാമുകളിൽ ചോദിച്ചു വരുന്ന കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്ന ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി, കോൺഫോക്കൽ മൈക്രോസ്കോപ്പി എന്നിവയെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കി. ഇവ ലൈറ്റ് മൈക്രോസ്കോപ്പിയുടെ കാറ്റഗറീസ് ആയിരുന്നു അല്ലേ. ലൈറ്റ് മൈക്രോസ്കോപ്പി വിഭാഗത്തിൽ പെടുന്നവയായിരുന്നു ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിയും അതുപോലെ കോൺഫോക്കൽ മൈക്രോസ്കോപ്പിയും. ലൈറ്റ് മൈക്രോസ്കോപ്പിയുടെ വിഭാഗത്തിൽ തന്നെ പെടുന്ന ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി എന്നിവയെക്കുറിച്ച് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇവ പഠിക്കുന്നതിന് മുൻപേ എങ്ങനെയാണ് ലൈറ്റ് സ്പെസിമെനിലൂടെ ട്രാവൽ ചെയ്യുന്നതെന്നും സ്പെസിമെനിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് വേവ്സിന് ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രമേ ഏത് തരം സ്പെസിമെനാണ് ഏത് മൈക്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നതെന്നും ഏത് തരം ഇമേജാണ് ലഭിക്കുന്നതെന്നും എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും കളർലെസ് ആയിട്ടുള്ള സ്പെസിമെൻസിനെയാണ്, എന്തുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള ചില ലൈറ്റിൻ്റെ ഫിനോമിനും അതുപോലെ ലൈറ്റ് ഒരു വേവായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതുമാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങളെയും ആംപ്ലിറ്റ്യൂഡ്, ഫേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ഒരു വേവ് ലെങ്ത് ഒരു ലൈറ്റ് വേവിന് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ റെഫറൻസ് വേവ് അല്ലേ. നോക്കൂ, ഇവിടെ ഒരു റെഫറൻസ് വേവ് കൊടുത്തിട്ടുണ്ട്. ഒരു വേവ് എടുക്കുകയാണെങ്കിൽ വേവിന് നമുക്കറിയാം ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് മുകളിലേക്ക് നിൽക്കുന്ന ഇതിനെ നമ്മൾ പറയുന്നത് ക്രെസ്റ്റ് എന്നാണ് അല്ലേ. ഒരു വേവിൻ്റെ ക്രെസ്റ്റ് റീജിയനാണിത്. ഇത് ട്രഫ് റീജിയനാണ്. ഇപ്പോൾ ക്രെസ്റ്റ് ആൻഡ് ട്രഫ് ഒരു വേവിനുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു ക്രെസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും അതിൻ്റെ ക്രെസ്റ്റിലേക്കുള്ള ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാറുള്ളത്. ആംപ്ലിറ്റ്യൂഡ്. അതുപോലെ അടുത്തടുത്ത രണ്ട് വേവുകൾ തമ്മിലുള്ള ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആ ലൈനുകൾ തമ്മിലുള്ള ഒരു ലെങ്ത്തിനെയാണ് വേവ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു വേവ് ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഫേസ് പാത്ത്. അതിൻ്റെ ഒരു പാത്ത് അല്ലെങ്കിൽ ഈ ഒരു പാത്തിനെയാണ് ആക്ച്വലി നമ്മൾ അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോർമലി ഈ വേവിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്, ഈ ബി വേവ് നോക്കുകയാണെങ്കിൽ ബി വേവ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ആ പുറത്തേക്ക് വരുന്ന എമർജൻറ്റ് ഒരു മീഡിയത്തിലൂടെ കടന്നിട്ട് ഒരു എമർജൻറ്റ് വേ പോകുമ്പോഴും അത് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ സി വേവിൽ നിങ്ങൾ നോക്കുക, സിയിൽ നോക്കുമ്പോൾ കാണാം അതൊരു പെർട്ടിക്കുലർ ഫേസിൽ മൂവ് ചെയ്തതിന് ശേഷം എമർജ് ചെയ്ത് വരുമ്പോൾ അത് കുറച്ചുകൂടെ അടുത്തല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്നത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു വിട്ട് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഇനിയിപ്പോൾ ആ വേവ് പോവുക ഇങ്ങനെയായിരിക്കും അല്ലേ. ആംപ്ലിറ്റ്യൂഡ് ഇനി കുറവൊന്നും സംഭവിക്കുന്നില്ല, പക്ഷേ ആ വേവിൻ്റെ ഫേസ് മാറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് മാറിയിട്ടുണ്ടാകും. പാത്തൊന്ന് ഡിഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, വേവ് ലെങ്ത് എന്താണ്, അതിൻ്റെ ഒരു ഫേസ് എന്താണ്, ക്രെസ്റ്റ് എന്താണ്, ട്രഫ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. ഇങ്ങനെയാണ് സാധാരണ ഒരു ലൈറ്റ് വേവ് പോകുന്ന രീതിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓക്കെ, സാധാരണ ഒരു ലൈറ്റ് വേവിന് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് റെഡ്യൂസ്ഡ് ആംപ്ലിറ്റ്യൂഡിലുള്ളൊരു വേവും ഇത് റിട്ടാർഡഡ് ഫേസിലുള്ള, അതായത് ഫേസ് കുറഞ്ഞിട്ടുള്ള റിട്ടാർഡഡ് ഫേസിലുള്ള ഒരു വേവുമാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആംപ്ലിറ്റ്യൂഡ് കോൺട്രാസ്റ്റ് ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ്. ബോത്ത് ലിവിങ് ആൻഡ് ഡെഡ് സ്പെസിമെൻസ് ആർ വ്യൂഡ് വിത്ത് എ ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലേ. ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഡെഡ് ആയിട്ടുള്ള സ്പെസിമെനെ നോക്കാറുണ്ട്, ലൈവ് സ്പെസിമെൻസിനെ നോക്കാറുണ്ട്. The visibility of the magnified specimen depends on contrast and the resolution. Each and every point is very very important. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്ത് തന്നെ പഠിക്കുന്നത്. സോ ഒരു മാഗ്നിഫൈഡ് സ്പെസിമെൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കോൺട്രാസ്റ്റിനെയും റെസൊല്യൂഷനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ജനറലി കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി വിത്തിൻ ആൻ ഇമേജ്. ഒരു ഇമേജിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇമേജിലുള്ള കാണുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ ഡിഫറൻസ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു DSLR ക്യാമറയിൽ എടുക്കുന്ന ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി ആവില്ല നമ്മളൊരു മൊബൈൽ ഫോൺ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. ആ ലൈറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അവിടെ ഇമേജിൽ കിട്ടുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. കുറച്ചുകൂടെ ബ്രൈറ്റ് ആൻഡ് ഷാർപ്പ് ഇമേജ് നമുക്ക് ഒരു DSLR ക്യാമറയിൽ കിട്ടിയെന്നിരിക്കും അല്ലേ.
സോ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസസ് ഇൻ ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി വിത്ത് ആൻ ഇമേജ്. ഇറ്റ് ക്യാൻ ബി, ഈ കോൺട്രാസ്റ്റ് രണ്ട് തരത്തിലുണ്ടാവാം. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് കോൺട്രാസ്റ്റ്, ഒന്ന് ഫേസ് കോൺട്രാസ്റ്റ്. ആംപ്ലിറ്റ്യൂഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദ ഡിഫറൻസസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുമ്പോൾ ആ ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡിലുണ്ടാവുന്ന, നമ്മൾ നേരത്തെ കാണിച്ച വേവിൻ്റെ ഈ ആംപ്ലിറ്റ്യൂഡിലുണ്ടാവുന്ന ചേഞ്ചാണ് അല്ലേ, ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന ചേഞ്ചാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കോൺട്രാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേസ് കോൺട്രാസ്റ്റ് മീൻസ് ഡിപ്പെൻഡ് ഓൺ ദ ഫേസ് ഡിഫറൻസ് ഓഫ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് അല്ലേ. ഇപ്പോൾ നോർമലി ഇങ്ങനെ പോകുന്ന ഒരു വേവ് നോർമൽ ഫേസിൽ നിന്നും ഒന്ന് വ്യതിചലിച്ച് അതിൻ്റെ ഫേസ് മാറുകയാണ്, ആംപ്ലിറ്റ്യൂഡിൽ വ്യതിയാനമൊന്നും വരുന്നില്ല, അതിൻ്റെ ഒരു ഫേസിൽ വളരെ അടുത്തടുത്തടുത്ത് വേവ്സ് വരികയാണെങ്കിൽ അതിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്തെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്നതാണ് ഫേസ് കോൺട്രാസ്റ്റ്. ഓക്കെ, സോ ആസ് വി നോ ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഈസ് റിലേറ്റഡ് ടു ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. നമുക്കറിയാം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ് എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ. സ്പെസിമെൻസ് സീൻ അണ്ടർ ട്രാൻസ്മിഷൻ ലൈറ്റ് മൈക്രോസ്കോപ്പ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സ് ആൻഡ് ഫേസ് ഒബ്ജക്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ളതാണ്. നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ, ട്രാൻസ്മിഷൻ ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സ്പെസിമെനുകളെ നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്റ്റ്, രണ്ട് ഫേസ് ഒബ്ജക്റ്റ്. ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻഡ് സ്പെസിമെനുകളായിരിക്കും. ഫേസ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാലോ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളർലെസ് ഒബ്ജക്റ്റുകളായിരിക്കും, ലൈറ്റ് സ്പെസിമെനൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്പെറൻറ്റ് കളർലെസ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഫേസ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സ് ഡയറക്ട്ലി produce amplitude differences in the image that are detected as differences in the intensity. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെയിൻഡ് സ്പെസിമെൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെയിൻഡ് സ്പെസിമെൻസിനോടൊപ്പം ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ലൈറ്റ് മാക്സിമം അബ്സോർബ് ചെയ്തെടുത്തിട്ട് പാസ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എമിറ്റ് ചെയ്ത് വരുന്ന ഒരു ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് കൊണ്ടാണ് ഈ ഒരു ഇമേജ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള ഡിഫറൻസ് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. ദിസ് ഒക്യൂഴ്സ് ഡ്യൂ ടു ഡിഫറൻഷ്യൽ അബ്സോർബൻസ് ഓഫ് ലൈറ്റ്. ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്റ്റ് ക്യാൻ പ്രൊഡ്യൂസ് കളർ കോൺട്രാസ്റ്റ് ഓർ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് അല്ലേ. ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സിൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ അബ്സോർബൻസ് ഓഫ് ലൈറ്റ് ആണ്. കാരണം സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പെസിമെൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിമെൻ നമ്മളിപ്പോൾ സ്റ്റെയിൻ ചെയ്താലും ഒരു സെല്ലിന് ഇപ്പോൾ നമ്മൾ എന്തിനെങ്കിലും ഒരു സ്പെസിമെനെ സ്റ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ എല്ലാ സ്ഥലത്തും ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല സ്റ്റെയിൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കളർ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒക്കെ കൊടുക്കുകയും അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ അബ്സോർബൻസ് ഓഫ് ലൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഒരു സ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പെസിമെൻ ആണെങ്കിൽ പോലും സ്റ്റെയിൻഡ് ആയിട്ടുള്ള റീജിയനും അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള റീജിയനും ഒരേ രീതിയിൽ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല ലൈറ്റിനെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കളർ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് കൊടുക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, കളർ കോൺട്രാസ്റ്റ് occurs when the degree of absorption depends on the wavelength and varies from point to point in stained specimens or specimens that have natural pigmentation. Absorption of light may also occur if specimens are thick enough to absorb a significant amount of light despite being colorless അല്ലേ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കളർ കോൺട്രാസ്റ്റ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്യൂഴ്സ് വെൻ ദ ഡിഗ്രി ഓഫ് അബ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് അല്ലേ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വേവ്സ് തമ്മിലുള്ള ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ, അതിൻ്റെ ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഒബ്വിയസ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് അല്ലേ, ഡിഗ്രി ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ലൈറ്റ് ഒരു സ്റ്റെയിൻഡ് സ്പെസിമെനിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്, ആ ഡിഗ്രി ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് അല്ലെ കടന്നു പോകുന്ന വേവ് ലെങ്ത്തിന് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് മേ ഓൾസോ ഒക്യൂർ ഈ സ്പെസിമെൻസ് ആർ തിക്ക് ഇനഫ് അല്ലേ. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ നല്ല തിക്കായിരിക്കാം. ഓക്കെ, ഇപ്പം നല്ല തിക്കായിട്ടുള്ള സ്പെസിമെനും കുറച്ച് തിന്നായിട്ടുള്ള സ്പെസിമെനും അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിലും അത് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ കളർ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് വേവ് ലെങ്ത്. ഓക്കെ,
ഇനി such specimens give brightness contrast which arises due to different degrees of absorption at different points in the specimen. Although phase objects do not absorb light, they do diffract light and cause a phase shift in the rays of light passing through them. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കളർ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റും പറഞ്ഞത്. എന്നാൽ ഫേസ് ഒബ്ജക്ട്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈവ് സ്പെസിമെൻസ് അല്ലെങ്കിൽ കളർലെസ് സ്പെസിമെൻസ് ഒക്കെ ആയിരിക്കും. ഇത്തരത്തിലുള്ള കളർലെസ് സ്പെസിമെൻസിന് എന്ത് ചെയ്യുന്നില്ല? അവർ ലൈറ്റിനെ ഒരു പരിധിവരെ അബ്സോർബ് ചെയ്യുന്നില്ല, അല്ലേ? ലൈറ്റിനെ ഒരുപാട് സാധാരണ സ്റ്റെയിൻഡ് സ്പെസിമെൻ അബ്സോർബ് ചെയ്യുന്നത് പോലെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിഫ്രാക്റ്റ് ചെയ്യുകയാണ് കൂടുതൽ ചെയ്യുക. അതായത് ലൈറ്റ് ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? ഡിഫ്രാക്ഷനാണ് കൂടുതൽ സംഭവിക്കുന്നത്. ആൻഡ് കോസ് എ ഫേസ് ഷിഫ്റ്റ്. ഇപ്പം ആദ്യത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കാറ്ററിംഗ് ഒക്കെ ആയിരിക്കും നടക്കുന്നത്, പക്ഷേ ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സിൽ. എന്നാൽ ഫേസ് ഒബ്ജക്ട്സിൽ ഡിഫ്രാക്ഷനാണ് സംഭവിക്കുന്നത്, അല്ലേ? കാരണം ഇതിവിടെ അബ്സോർബ് ചെയ്യുന്നില്ല. അബ്സോർബ് ചെയ്താലല്ലേ അതിനെ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഡിഫ്രാക്ഷനാണ് സംഭവിക്കുന്നത്. ലൈറ്റിനെ മാക്സിമം അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആൻഡ് കോസ് എ ഫേസ് ഷിഫ്റ്റ് ഇൻ ദ റേസ് ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ദം, അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, ഇതൊരു കളർലെസ് സ്പെസിമെൻ ആണെന്നിരിക്കട്ടെ. ഇതിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് അതിനെ അബ്സോർബ് ചെയ്യുന്നില്ല എങ്കിൽ, ഈ ഒരു അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ഇതിന് ചുറ്റി, ഈ സ്പെസിമെനെ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കാൻ മാത്രമേ ലൈറ്റിന് പറ്റുകയുള്ളൂ, അല്ലേ? സ്പെസിമെനെ ചുറ്റി, അതിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ശരിയല്ലേ? അല്ലേ? അത് അബ്സോർബ് ചെയ്യുന്നില്ല, സോ ഡിഫ്രാക്റ്റ് ചെയ്താണ് ലൈറ്റ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ഫേസ് ഷിഫ്റ്റ് ആ ലൈറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും. എങ്ങനെയാണ് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു നോർമൽ വേവ് എങ്കിൽ അതിൻ്റെ ഫേസ് മാറുക എന്ന് പറയുമ്പോൾ അത് വളരെ അടുത്തടുത്ത് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ? അപ്പോൾ ആ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ഡിഫ്രാക്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. സോ സം ലൈറ്റ് മൈക്രോസ്കോപ്സ് ട്രാൻസ്ഫോം ഡിഫറൻസസ് ഇൻ ഫേസ് ഓഫ് ലൈറ്റ് ടു ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസസ് ഇൻ ദ ഇമേജ്. ചില ലൈറ്റ് മൈക്രോസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ചില ലൈറ്റ് മൈക്രോസ്കോപ്പുകൾ ഈ ഡിഫറൻസസിനെ, ഈ ലൈറ്റിൻ്റെ ഫേസിലുണ്ടാവുന്ന ഡിഫറൻസസിനെ എന്താ പറയുക, ആ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസസിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? ഇപ്പോൾ സത്യത്തിൽ ആംപ്ലിറ്റ്യൂഡ് കുറയാതെയാണ് ഫേസ് ചേഞ്ച് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഒരു ഫേസ് മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സം ലൈറ്റ് മൈക്രോസ്കോപ്പ് ട്രാൻസ്ഫോം ദ ഡിഫറൻസസ് ഇൻ ദ ഫേസ് ഓഫ് ദ ലൈറ്റ് ടു ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസസ് ഇൻ ദ ഇമേജ്. ഓക്കെ, സോ ഫോർ കളർലെസ് transparent specimens, as is the case for most biological material, contrast is achieved in various ways. The specimen may be stained, thus reducing the amplitude of certain light waves passing through the stained areas. However, this usually requires the fixation and staining of specimens. Fixation and staining kills the specimen. For colorless living specimens, contrast can be achieved in different ways. A living biological specimen is almost uniformly transparent and therefore give very low intensity variation due to differential absorption. However, the light does not go through the specimen unaffected. The light going through the specimen shows phase shift due to scattering and diffraction. Hence, it can produce phase contrast. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റെയിൻ ചെയ്ത് ഫിക്സ് ചെയ്ത് ചെയ്യുന്ന സ്പെസിമെൻ അത്, അല്ലേ, നമ്മൾ ആ ഫിക്സേഷൻ ചെയ്യുന്ന സമയത്ത് ആ സ്പെസിമെൻ സ്പെസിമെനെ നമ്മൾ കില്ല് ചെയ്യാണ്, അല്ലേ? അങ്ങനെ ചെയ്യുന്നതിലെന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ അവ ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്റ്റുകളാണ്. എന്നാൽ അതേസമയം നമ്മൾ ലൈവ് സ്പെസിമെനെ നമ്മൾ അങ്ങനെ സ്റ്റെയിൻ ചെയ്യാതെ ഉപയോഗിക്കുന്ന സ്പെസിമെനിൽ ഫേസ് ഒബ്ജക്റ്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ലൈറ്റ് നേരിട്ട് അത് ആ ഒരു സ്പെസിമെൻ അബ്സോർബ് ചെയ്യപ്പെടാതെ ഡിഫ്രാക്ഷനും സ്കാറ്ററിങ്ങും ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഫേസ് ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംപിളി നമ്മൾ ഇത്തരത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബി ആൻഡ് സി വേവ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്ട്സിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ്ഡ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അതുപോലെ ഫേസ് ഒബ്ജക്ട്സിലാണെങ്കിൽ റിട്ടാർഡഡ് ഫേസ് ആയിരിക്കും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന്, അല്ലേ, ആ ഒരു ഉന്നതിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, അല്ലേ? അത് താഴെ കൊടുത്തിരിക്കുന്ന നോക്കൂ. ചേഞ്ചസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് ലൈറ്റ്. റെഫറൻസ് വേവ് ആദ്യം തന്നിട്ടുണ്ട്. ബിയിൽ ആൻ ഒബ്ജക്റ്റ് അബ്സോർബ്സ് എനർജി ആൻഡ് റെഡ്യൂസസ് ദ ആംപ്ലിറ്റ്യൂഡ് ബട്ട് ഡസ് നോട്ട് ഓൾട്ടർ ദ ഫേസ്. ശരിയല്ലേ? ഫേസിന് അത് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. അതേസമയം സിയിൽ ഒരു ഒബ്ജക്റ്റ് ഓൾട്ടേഴ്സ് ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ഷിഫ്റ്റ്സ് ദ ഫേസ്, അല്ലേ? അതിൻ്റെ ആ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കൂട്ടി കൊടുത്തുകൊണ്ട് അത്
ഫേസിൽ ഷിഫ്റ്റ് വരുത്തുകയാണ് മാത്രം ചെയ്യുന്നത്, അല്ലാണ്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ, ബട്ട് നോട്ട് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൻ എമർജൻറ്റ് റേ. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സ്പെസിമെനുകൾ ഇനി നമ്മൾ ഏത് മൈക്രോസ്കോപ്പിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റെയിൻഡ് സ്പെസിമെൻസ് ആയിരിക്കും. ഫേസ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ലൈവ് സ്പെസിമെൻസ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഡയഗ്രത്തിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇൻസിഡൻറ്റ് ലൈറ്റ് വേവ് വരുന്നത്. ഒരു സ്റ്റെയിൻഡ് സെക്ഷനും അൺസ്റ്റെയിൻഡ് സെക്ഷൻ ഓഫ് ദ സ്പെസിമെനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ചേഞ്ചിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാം, അല്ലേ? ഇതാണ് എമർജൻറ്റ് റേ വരുന്നത്. ഓക്കെ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നതായിട്ട് കാണാം. അൺസ്റ്റെയിൻഡ് സെക്ഷനിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതേസമയം സ്റ്റെയിൻഡ് സെക്ഷൻ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷനിൽ ചേഞ്ച് ഇൻ ഫേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇൻസിഡൻറ്റ് ലൈറ്റ് ഒരു അൺസ്റ്റെയിൻഡ് സെല്ലിലൂടെ കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ ഫേസ് ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഒന്നും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നില്ല. ആ ഫേസ് മാറുന്നതായിട്ട്, അതിൻ്റെ ലെങ്ത്ത് നോക്കൂ, ഇതിൻ്റെ ഒരു വേവ് ലെങ്ത്ത്, ഇതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കൂ, അല്ലേ? അതിൻ്റെ ഫേസ് ആ പോകുന്ന ഒരു പാത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻ്റ് ആവുന്നില്ല, മറിച്ച് ഫേസ് മാത്രം മാറുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ways to obtain contrast in ലൈറ്റ് മൈക്രോസ്കോപ്പി. ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ കോൺട്രാസ്റ്റ് കിട്ടാനുള്ള 2 ways ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന്, സ്റ്റെയിൻഡ് പോർഷൻസ് ഓഫ് ദ സ്പെസിമെൻ റെഡ്യൂസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ് വേവ് ഓഫ് പർട്ടിക്കുലർ വേവ് ലെങ്ത് പാസിംഗ് ത്രൂ ദ and a colored image of the specimen is thereby obtained that is visible in the ordinary way. അല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ സ്റ്റെയിൻഡ് സ്പെസിമെൻ ആണെങ്കിൽ അവിടെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്. സ്റ്റെയിൻഡ് അല്ലാത്ത ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ലൈവ് സ്പെസിമെൻ ആണെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ലൈറ്റ് പാസിംഗ് ത്രൂ ദ അൺസ്റ്റെയിൻഡ് ലിവിങ് സെൽ അണ്ടർഗോസ് വെരി ലിറ്റിൽ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു അബ്സോർഷൻ ആൻഡ് ദ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് cannot be seen even if the image is highly magnified. അല്ലേ? കാരണം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈവ് സ്പെസിമെനുകളിൽ ഒരു പ്രത്യേകത ഉണ്ടായില്ലേ, അവർ അബ്സോർബ് ചെയ്യുന്നില്ല ലൈറ്റിനെ, ഡിഫ്രാക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ആ ഒരു ഒബ്ജക്റ്റിനെ ചുറ്റി വളഞ്ഞ് ലൈറ്റ് പോവുകയാണ് അല്ലെങ്കിൽ സ്കാറ്ററിങ് നടക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നമുക്ക് ഹൈലി മാഗ്നിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് ഓർ ഡിഫറൻഷ്യൽ ഇൻ്റർഫറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കാരണം സ്മോൾ ഫേസ് ഡിഫറൻസ് പോലും ഇറ്റ് ക്യാൻ ബി മെയ്ഡ് വിസിബിൾ ബൈ എക്സ്പ്ലോയിറ്റിംഗ് ഇൻ്റർഫറൻസ് എഫക്റ്റ് കൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിലല്ല. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, നമുക്ക് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെരിഫറൽ ഫിനോമിനാണ് ലൈറ്റിൻ്റെ അല്ലേ. നമ്മൾ വെള്ളത്തിന് മുകളിലൊക്കെ അല്ലെ എണ്ണ ഇങ്ങനെ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് കിടക്കുമ്പോൾ പല കളേഴ്സായിട്ട് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതൊരു ഇൻ്റർഫറൻസ് ഫിനോമിനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫറൻസ് എഫക്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഈ ഫേസ് ഡിഫറൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത് റിസോൾവിങ് പവറിനെ കുറിച്ചാണ്. റിസോൾവിങ് പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. Resolving power, it is the ability of magnifying instrument to distinguish two objects that are close together. വളരെ അടുത്തിരിക്കുന്ന 2 ഒബ്ജക്റ്റുകൾ ഇവ തമ്മിലുള്ള ഏറ്റവും മൈന്യൂട്ട് ഡിഫറൻസിനെ പോലും വേർതിരിച്ചറിയാനുള്ള കഴിവാണ് റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. റിസോൾവിംഗ് പവർ ഈസ് ആക്ച്വലി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആര്? റിസോൾവിംഗ് പവർ. അതായത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കൂടിയാൽ റിസോൾവിംഗ് പവർ കുറയും, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറഞ്ഞാൽ റിസോൾവിംഗ് പവർ കൂടുമെന്നാണ് അർത്ഥം. ഇത് മനസ്സിൽ വയ്ക്കുക. ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ദറ്റ് അലൗസ് ഫോർ ദെയർ ഡിസ്ക്രിമിനേഷൻ ആസ് 2 സെപ്പറേറ്റ് പോയിൻറ്റ്. 2 സെപ്പറേറ്റ് പോയിൻറ്റുകളായിട്ട് തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണാൻ കഴിയുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ആ ഏറ്റവും മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ മിനിമം ഡിസ്റ്റൻസ് എത്രയും അധികം കുറയുന്നു അത്രയധികം റിസോൾവിംഗ് പവർ കൂടുന്നല്ലേ അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വയ്ക്കുക, അത് നേരിട്ട് റിസോൾവിംഗ് പവർ അല്ല. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ദറ്റ് ഇസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ദറ്റ് അലൗസ് ഫോർ ദെയർ ഡിസ്ക്രിമിനേഷൻ ആസ് 2 സെപ്പറേറ്റ്. അല്ലേ, ഇപ്പോൾ ഇത് 2 പോയിൻ്റ് ആണെങ്കിൽ ഈ 2 പോയിൻറ്റുകൾ നമുക്ക് വളരെ ക്ലോസ്ലി ഇരിക്കുന്ന 2 പോയിൻറ്റുകൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? അല്ലേ, ഒന്നിന് പുറമെ ഒന്നായിട്ടിരിക്കുന്ന പോയിൻറ്റുകളെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കത് അറിയുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക.
So, okay, so the limit of resolution of the light microscope depends upon 3 factors. ഈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്ന് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്, 2 ആംഗുലാർ അപ്പർച്ചർ, 3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ കവർ സ്ലിപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ്. നമ്മൾ കവർ സ്ലിപ്പിൽ ആ ഒബ്ജക്റ്റീവ് ലെൻസിനും ഇടയിലുള്ള ആ ഒരു മീഡിയം ഉണ്ടല്ലോ, ഉപയോഗിക്കുന്ന മീഡിയം, ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ലെൻസുകളുടെയൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയും കൂടെ അടിസ്ഥാനമാക്കിയാണ് റിസോൾവിംഗ് പവർ ഇരിക്കുന്നത്. ഓക്കെ, ദ എഫക്റ്റ് ഓഫ് ദീസ് 3 വേരിയബിൾസ് ഓൺ ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ നോൺ ആസ് അബേ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അബേ ഇക്വേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അബേ ഇക്വേഷൻ എന്ന ഇക്വേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷനാണ്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.61 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സൈൻ ആൽഫ. 0.61 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സൈൻ ആൽഫ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമുക്ക് ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ഓക്കെ, 0.61 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സൈൻ ആൽഫ. 0.61 ഡെൽറ്റ ഡിവൈഡഡ് ബൈ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ ഇൻറ്റു സൈൻ ആൽഫ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസിനെയാണ്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എൻ ഇൻറ്റു സൈൻ ആൽഫ എന്ന് പറയുന്നത്. അതിൽ എൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം പ്രസൻറ്റ് ബിറ്റ്വീൻ ദ കവർ ഗ്ലാസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്, ആൻഡ് ആൽഫ എന്ന് പറയുന്നത് 1/2 ഓഫ് ദ ആംഗുലർ അപ്പർച്ചറാണ്. അതായത് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ലെൻസ്, അതിൽ നിന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇതാണെന്ന് ഇരിക്കാം. ഈ ലൈറ്റിൻ്റെ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ആംഗുലർ അപ്പർച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ പകുതിയാണ് 1/2 ഓഫ് ദ ആംഗുലർ അപ്പർച്ചർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 1/2 ഓഫ് ദ ആംഗുലർ അപ്പർച്ചറിൻ്റെ സൈൻ വാല്യൂവും അത് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് എ ലെൻസ് ടു കളക്ട് ലൈറ്റ് ഫ്രം ദ സ്പെസിമെൻ. സ്പെസിമെനിൽ നിന്ന് ലൈറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കണ്ടൻസർ ലെൻസാണ് സാധാരണയായിട്ട് ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? പിന്നെ ഒബ്ജക്റ്റാണ് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റിനെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് ദ ലെൻസ്, അല്ലെ, ആ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഒരു എബിലിറ്റിയാണ് ലൈറ്റിനെ എത്രത്തോളം കളക്ട് ചെയ്യുക എന്നുള്ളത്. സോ ലെൻസസ് വിത്ത് എ ലോ ന്യൂമറിക്കൽ അപ്പർച്ചർ കളക്ട് ലെസ് ലൈറ്റ് ദാൻ ദോസ് വിത്ത് എ ഹൈ ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പോൾ വളരെ കുറഞ്ഞ ന്യൂമറിക്കൽ അപ്പർച്ചറുള്ള ലെൻസ് ആണെങ്കിൽ കുറച്ച് ലൈറ്റിനെ പിന്നെ എന്ത് ചെയ്യുന്നുള്ളൂ, കളക്ട് ചെയ്യുന്നുള്ളൂ. അതേസമയം കൂടുതൽ ന്യൂമറിക്കൽ അപ്പർച്ചറുള്ളവയെന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈറ്റിനെ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹ്യൂമൻ ഐ ഇസ് ഇറ്റ് സെൽഫ് എ കൺവെർജിങ് ലെൻസ് വിച്ച് ഫോംസ് ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ റെറ്റിന. നമ്മുടെ കണ്ണാണെങ്കിലും, അല്ലെ, ഫൈനൽ വരുന്ന ലെൻസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ നോക്കുന്ന ആളുടെ, അല്ലെ, മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന ആളുടെ കണ്ണിൻ്റെ ഉള്ള കൺവെർജിങ് ലെൻസാണ്. അത് ഒരു കൺവെർജിങ് ലെൻസാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കൺവെർജിങ് ലെൻസും അല്ലെങ്കിൽ ഈ ഒരു ലെൻസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലെൻസിലൂടെ, കണ്ണിൻ്റെ ലെൻസിലൂടെ വരുമ്പോൾ ഇമേജ് വരുന്നത് നേരിട്ട് ആദ്യം വരുന്നത് റെറ്റിനയിലേക്കാണ്, അല്ലേ? ഒരു റിയൽ ഇൻവെർട്ടഡ് ഇമേജ് റെറ്റിനയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ലെൻസിനും ഒരു ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനുണ്ട്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ദ അൺഎയ്ഡഡ് ഓഫ് ഹ്യൂമൻ ഐ ഈസ് 100 മൈക്രോമീറ്റർ. നമുക്ക് നേരിട്ടൊരു വളരെ അടുത്തിരിക്കുന്ന 2 സാധനങ്ങൾ വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മൈക്രോമീറ്റർ ആണ്. 100 മൈക്രോമീറ്റർ മാത്രമാണ്, അല്ലേ? ഇനിയിപ്പോൾ നമ്മളൊരു എയ്ഡഡ് ഐയിലൂടെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചുകൊണ്ട് റിസോൾവിങ് പവർ കൂടുതലുള്ള തരത്തിലുള്ള പിന്നെ മൈക്രോസ്കോപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ റിസോൾവിങ് പവർ കൂടുതലാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്തായിരിക്കണം? വളരെ കുറവായിരിക്കണം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറഞ്ഞാൽ റിസോൾവിങ് പവർ വളരെ കൂടിയ ഒരു ലെൻസ് അല്ലെങ്കിൽ കൂടിയ ഒരു മൈക്രോസ്കോപ്പ് നമുക്ക്, അല്ലെങ്കിൽ കൂടിയ ഒരു ലെൻസ് നമുക്ക് മൈക്രോസ്കോപ്പിൽ ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആംഗുലാർ അപ്പർച്ചർ കാണാം. ദിസ് ഇസ് ദ ആംഗുലാർ അപ്പർച്ചർ. അതിൻ്റെ ഒരു ഹാഫ് എടുക്കുമ്പോഴാണ് ദിസ് ഇസ് ദ ഹാഫ്, അല്ലേ? ഓക്കെ, ദെൻ ഫോർ സ്മോൾ വാല്യൂ ഓഫ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ദ ന്യൂമറേറ്റർ ഓഫ് ദ ഇക്വേഷൻ, once again, this is the 1/2 of the angular aperture. ഇതാണ് നമ്മൾ പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ബിറ്റ്വീൻ ഉപയോഗിക്കുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്, അല്ലേ? ഹിയർ ഇറ്റ് ഇസ് ദ കവർ സ്ലിപ്പ് ആൻഡ് ദിസ് ഇസ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, അപ്പോൾ ഫോർ സ്മോൾ വാല്യൂ ഓഫ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ദ ന്യൂമറേറ്റർ ഓഫ് ദ ഇക്വേഷൻ ഷുഡ് ബി സ്മോൾ ആസ് പോസിബിൾ. അപ്പം മറ്റൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളോട് പറഞ്ഞിരുന്നു എന്താ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്നാണ് നമ്മളോട് പറഞ്ഞത്? യെസ്, 0.61 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സൈൻ ആൽഫ എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ഒരു ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന് വളരെ കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ലാംഡ, ഇവിടെ വരുന്ന
നമ്പറുകൾ അല്ലെങ്കിൽ വേവ് ലെങ്ത്, ലാംഡ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെയാണല്ലോ അല്ലേ, ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വളരെയധികം കുറഞ്ഞിരുന്നാലാണ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വളരെയധികം കുറയുകയും അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആംഗുലാർ അപ്പർച്ചറും കൂടിയിരിക്കുകയും വേണം അല്ലേ. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഒരു എന്താ പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ന്യൂമറിക്കലി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി ചെയ്ത് നോക്കുമ്പോൾ ലാംഡ വേവ് ലെങ്തിൻ്റെ എന്താ പറയുന്നത് വേവ് ലെങ്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ ആംഗുലാർ അപ്പർച്ചറിൻ്റെ വാല്യൂവും കുറച്ച് കൂടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറവ് കിട്ടുള്ളൂ. ആൻഡ് വി നോ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിത്ത് ദ റിസോൾവിംഗ് പവർ ഓഫ് എ ലെൻസ്. അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറഞ്ഞിരുന്നാലേ റിസോൾവിംഗ് പവർ കൂടുതലായിട്ട് കിട്ടുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അതെല്ലാം തന്നെ ഇതിൽ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഹയർ ദ റിസോൾവിംഗ് പവർ, സ്മോളർ ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിനി അടുത്ത എന്താണ് മൈക്രോസ്കോപ്പിയിലേക്ക് കടക്കാം. ബ്രൈറ്റ് ഫീൽഡ്, ഡാർക്ക് ഫീൽഡ് ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഓൾ.